എന്തോരം വേസ്റ്റാണ് കൊണ്ട് തള്ളിയത്. മോനെ ലുക്ക പോയി. കൂട്ടുപാറയ്ക്കുള്ള വ്യൂ കൂടുതലാണ്. ശരി ശരി ശരി. മോനെ അപ്പം നമ്മൾ ഇങ്ങ് നാഗപ്പാറ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് ഓക്കെ കാണാം. ഇത്ര ഈ ക്യാമറയിൽ നിങ്ങൾ എത്രത്തോളം ഇത് എനിക്ക് കാണിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ പരമാവധി ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്, നാഗപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ടോപ്പിൽ. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാം നല്ല സ്ഥലമാണ്, പക്ഷേ പ്ലാസ്റ്റിക്കാണ് ഫുള്ള് പ്ലാസ്റ്റിക്. ഇവിടെ വരുന്നവർ തന്നെ പ്ലാസ്റ്റിക് ഇട്ട് എല്ലാം കളയുന്നതാണ്. നിങ്ങൾ പരമാവധി പ്ലാസ്റ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ആണെങ്കിലും പ്രോപ്പറായിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ നോക്കണം. അപ്പം ഈ സ്ഥലം നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു വ്യൂ ആണ്. ഊട്ടുപാറയേക്കാളും ഇച്ചിരി വ്യൂ കൂടുതൽ, അതായത് കുറേ ഏരിയ നിങ്ങൾക്ക് ഇങ്ങനെ വ്യൂ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു വനപ്രദേശത്തോട് ചേർന്നൊരു സ്ഥലമാണ്. ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ഞാൻ ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ ഇല പൊഴിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് മരങ്ങളൊക്കെ ഇല പൊഴിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു നല്ല രസമാണ്. ക്യാമറയിൽ കൂടെ കാണിക്കുമ്പോൾ ഇവിടെ ഈ ഇലകളുടെയും ആ പൂക്കളുടെയൊക്കെ നിറം എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സ്ഥലം വരണം, എക്സ്പ്ലോർ ചെയ്യണം. ഒരു നല്ല സ്ഥലം തന്നെയാണ്. നോക്കുവാണെങ്കിൽ എന്തോ പറയുക, കണ്ടിട്ട് തന്നെ ഒരു കുളിർമ. വേറൊരു ഇതെന്ന് പറയുന്നത്, നാഗപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടങ്ങനെ അങ്ങനെ പേര് വന്ന് എന്തോ ഒരു ഐതിഹ്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. ഇവിടെ നോക്കുകയാണെങ്കിൽ ചുറ്റും പാറയാണ് കേട്ടോ. നമുക്ക് താഴത്തെ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നല്ല വ്യൂ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം മണ്ടവശം എന്തായാലും ഈ പാറയുടെ മുകൾ വശം എന്തായാലും വെടിക്കെട്ട് വ്യൂ ആണ്. നിങ്ങൾ വന്ന് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം നോക്കുവാണെങ്കിൽ പലതരം ചെടികളൊക്കെ കാണാം. നിങ്ങൾക്ക് കാണാം, ഈ പുല്ലൊക്കെ കണ്ടിട്ട് നല്ല രസമാണ്. ആ പോകുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ. അവനാണ് ക്യാമറമാൻ സിജു. നമ്മുടെ നേരത്തെ വീഡിയോസിലെല്ലാം കാണാൻ പറ്റും. ഇങ്ങോട്ട് ഇപ്പോൾ വലിയ ആൾക്കാരൊന്നും വരുന്നില്ല. കൊറോണ ഇഷ്യൂ കൊണ്ടായിരിക്കാം ആൾക്കാരൊന്നും വരുന്നില്ല. എന്നാലും ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പം ഇന്നലെ 2-3 പേരെ ഇവിടെ വന്നിരുന്നു എന്നാണ്. പൊടിഞ്ഞു ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴോട്ടുള്ള വ്യൂ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.